ഹായ് ഫ്രണ്ട്സ്, ഷിയാൻ ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്ലൈവുഡുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പ്ലൈവുഡുകൾ ഉണ്ടാക്കുന്നതിനുള്ള ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് തടിയെ ഷെയ്പ്പാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ, തടികൾ പല പല ഷെയ്പ്പിലായിരിക്കും ഇരിക്കുന്നത്. ഈ വർക്കുകളെല്ലാം നടക്കുന്നത് മെഷീനിലാണ്. ആദ്യമേ തന്നെ തടി നല്ല ഉരുളൻ ഷെയ്പ്പാക്കി മാറ്റുന്നു. അതിനുശേഷം അതിൻ്റെ നീളം മുറിച്ച് കറക്റ്റ് ചെയ്യുന്നു. 8 അടി നീളം, 6 അടി നീളം എന്നിങ്ങനെയാണ് പ്ലൈവുഡുകളുടെ കണക്ക് വരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ നീളം, കൂടുതലുള്ള നീളമെല്ലാം മുറിച്ച് നീളം കറക്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ തടിയെ സ്ലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ തടിയെ ലെയറായിട്ട് പൊളിച്ചെടുക്കുന്നു. വളരെ നേർത്ത പാളികളാക്കി പൊളിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലപോലെ ഉണക്കുന്നു. തടി ഉണ്ടാകുന്നതും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ലെയറായിട്ടാണ് തടികൾ ഉണ്ടാകുന്നത്. ഒരു ലെയർ അല്ലെങ്കിൽ ഒരു ചുറ്റി ഉണ്ടാകുന്നതിന് 1 വർഷം വേണ്ടി വരും. തടികളുടെ പ്രായം എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. ഇപ്പം ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന ഈ ലെയറുകളെല്ലാം മെഷീനിൽ വെച്ച് പ്രസ് ചെയ്ത് ഒരു കനം കുറഞ്ഞ ഷീറ്റാക്കി മാറ്റുന്നു. ഈ ഷീറ്റുകളെല്ലാം മുകളിൽ വെച്ച് പ്രസ് ചെയ്താണ് പ്ലൈവുഡുകൾ ഉണ്ടാക്കുന്നത്. എത്ര തിക്നെസ്സിൻ്റെ പ്ലൈവുഡാണോ നമുക്ക് വേണ്ടത്, അതനുസരിച്ച് ലെയറുകളുടെ എണ്ണം കൂട്ടുന്നു. അങ്ങനെ എണ്ണം കൂട്ടി പ്രസ് ചെയ്താണ് 1/4 ഇഞ്ച്, 1/2 ഇഞ്ച്, 3/4 ഇഞ്ച്, 1 ഇഞ്ച് എന്നിങ്ങനെയുള്ള പ്ലൈവുഡുകളെല്ലാം ഉണ്ടാക്കുന്നു. ഈ പ്രസ് ചെയ്യുന്ന രീതിയുടെ സ്വഭാവം അനുസരിച്ചാണ് ഗ്രേഡ് നിശ്ചയിക്കുന്നത്. ഗ്രേഡ് നിശ്ചയിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മളെടുക്കുന്ന ഈ പ്ലൈവുഡിന് വേണ്ടി സ്ലൈസ് ചെയ്യാൻ എടുക്കുന്ന തടിയുടെ ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയുള്ള, അതായത് നല്ല വില കൂടിയ പ്ലൈവുഡ് തടിയാണെങ്കിൽ ഗ്രേഡ് കൂടിയ കമ്പനിയുടെ പ്ലൈവുഡായിട്ട് അത് മാറും. വില കുറഞ്ഞ തടിയാണെങ്കിൽ അല്പം വില കുറഞ്ഞ പ്ലൈവുഡായിട്ടും അതിന് തരം മാറ്റപ്പെടും. ഇതാണ് പ്ലൈവുഡുകളുടെ ഉണ്ടാക്കുന്നതിനുള്ള ഒരു സാധാരണമായ ഒരു പ്രൊസീജിയർ. പറഞ്ഞപ്പോൾ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. പക്ഷേ വളരെ ചിലവേറിയ മെഷീനുകളാണ് ഈ പ്രൊസീജിയറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കേരളത്തിൽ പെരുമ്പാവൂരാണ് പ്ലൈവുഡുകൾ കൂടുതലായി ഉണ്ടാക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക.
നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്.